എല്ലാവർക്കും അലിറ്റിയൻ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GTA 5 ചെറിയൊരു റോബറി ഒന്നുമല്ല, നമ്മുടെ ജ്വല്ലറി അങ്ങ് മോഷിക്കാന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഗൈസ്. ഇപ്പോൾ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഇവിടെ ഫുള്ളും ഭയങ്കര മഴയാണ്. നമ്മളെ KTM RC 390 അടിച്ചു മാറ്റാൻ വേണ്ടി പോകുന്നത്. കണ്ടില്ലേ, ഭയങ്കര ലുക്കും കാര്യങ്ങളൊക്കെയാണ്. എനിക്കിഷ്ടപ്പെട്ട KTM RC 200 പക്ഷേ അത് എടുക്കാൻ വേണ്ടി ഭയങ്കര പാടാണ് ഗൈസ്. ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തക്കാലം ഈ വണ്ടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് അടിച്ചു മാറ്റിയാൽ പോരെ ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയിലൊക്കെ കയറി ഇരുന്നതിന് ശേഷം ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് മാപ്പൊക്കെ ഒന്ന് സെറ്റ് ആക്കണം ഗൈസ്. ഇപ്പോൾ ഞാനെന്തായാലും നമ്മളെ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളെ മാപ്പൊക്കെ എടുത്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്ഥലം വരുന്നത് ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മളെന്തായാലും മാപ്പൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വണ്ടി എടുത്തിട്ട് പറപ്പിച്ച് അങ്ങോട്ട് വിടാം ഗൈസ്. ഇപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മളെന്തായാലും അടിച്ച് പറത്തി പോവുകയാണ്. ഞാൻ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കയറി ഒന്ന് കാണുക ഗൈസ്. ഇപ്പോൾ ഞാൻ GTA 5 വീഡിയോ തന്നെ എപ്പോഴും ഇടണമെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്നാൽ മാത്രമേ എനിക്ക് നിങ്ങളെ വിശ്വസിച്ച് വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ എനിക്ക് വ്യൂവേഴ്സ് ഒന്നും കിട്ടിയില്ലെങ്കിൽ പാടാണ് ഗേസ്. അതുകൊണ്ടാണ് ഞാൻ GTA 5 വീഡിയോ ഒന്നും വലുതായിട്ട് ഇടാത്തത്. നിങ്ങളൊന്നും വിചാരിക്കരുത്. നമുക്കെന്തായാലും നേരെ നമ്മുടെ ജ്വല്ലറിയിലോട്ട് വെച്ച് വിടാം ഗേസ്. ഓക്കെ ഗേസ്, ഇപ്പോൾ ഞാനെന്തായാലും നേരെ നമ്മുടെ ജ്വല്ലറിൻ്റെ ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. ചേച്ചിയെ ഇടിച്ചിട്ട് ഗായ്സ്, എൻ്റെ പൊന്നോ ക്ഷമിക്കണം ചേച്ചി. ഇപ്പോൾ നമുക്കെന്തായാലും നൈസിന് വണ്ടി ഇവിടെ വെച്ചിട്ട് നമ്മുടെ ജ്വല്ലറിലോട്ട് ചെന്ന് കയറാം. ഇപ്പോൾ അവിടെ നിന്ന് ചേച്ചിയാണെങ്കിൽ അങ്ങോട്ടൊക്കെ ഓടിപ്പോകുന്നുണ്ട്. നമുക്ക് നൈസിന് ഒരു ബാഗൊക്കെ എടുക്കേണ്ടി വരും ഗേസ്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ജ്വല്ലറിയിലോട്ട് പോയി ഗേസ്. ബാഗൊക്കെ എടുക്കാം, എല്ലാം സെറ്റാക്കാം. ഇവരെന്താ തന്നെയൊക്കെ അലർട്ടായിടേ, ഇത് തന്നെ അലേർട്ടായിട്ടുണ്ട് ഗൈസ്. എന്താണ് സംഭവം എന്നൊന്നും അറിയാൻ മേല. കയറി ഞാൻ ബാഗൊക്കെ നൈസിന് അടിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ എന്താ നിൽക്കുന്ന എന്നാ പിടിച്ചോണ്ടാ പോടെ അങ്ങോട്ട്. ഇതാണെങ്കിൽ 4 സ്റ്റാർ വാട്ടർ ലെവലൊക്കെ വീണിട്ടുണ്ട് ഗൈസ്. നൈസിന് ഒന്നും നോക്കണ്ട, ഫുള്ള് അടിച്ച് മാറ്റിയേക്കാം, ഒന്നും നോക്കണ്ട ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മളെന്തായാലും ഇവിടെയുള്ള പകുതിയോളം സംഭവങ്ങളൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ കുറേ പൈസയൊക്കെ ഒരുവിധം സ്പെൻഡ് ആയിട്ടുണ്ട്. നമുക്കിനിയിപ്പം നമ്മുടെ ആളുകൾ നിൽക്കുന്ന സ്ഥലത്തോട്ട് പോകണം ഗൈസ്. ഇവിടെ ഫുള്ള് അലേർട്ടായി. ഇവിടുന്ന് കൂടെ കുറച്ച് എടുത്തേക്കാം. എന്തായാലും നല്ലതല്ലേ, എടുത്തേക്കാം, കുഴപ്പമൊന്നുമില്ല. ചേച്ചിമാരെ ഞാൻ എന്തായാലും പോവുകയാണ് കേട്ടാ. ഇനിയിപ്പോൾ അടുത്തൊരു വർഷമല്ല, ഇനി എപ്പോഴെങ്കിലുമൊക്കെ വരും. ശരി എന്നാ, ടാറ്റ. നിന്നെയൊക്കെ പോലീസ് പിടിക്കൂടാ. അതൊക്കെ ഞാൻ ഏറ്റെടുത്ത്. അവരെന്തൊക്കെയാ പറയുന്നതെന്ന് അറിയാമേ. പക്ഷേ ഇവിടെ പോലീസിനൊന്നും കാണാൻ വേണ്ടി ഇല്ല ഗൈസ്. എന്താണെന്ന് അറിയാമേ, നമുക്ക് വണ്ടി എടുത്തിട്ട് അവർ പറഞ്ഞ ആ സ്ഥലത്തോട്ട് പോകുക ഗൈസ്. ഹെൽമെറ്റൊന്നും വെക്കണ്ട, പറപ്പിച്ചിട്ട് പോകാം. ഇവിടെ ആണെങ്കിലും മഴയൊക്കെ പോയിട്ടുണ്ട് ഗൈസ്. ഒരു റോബറി തീരാത്തതിൻ്റെ കാരണത്തിലാണ് ഈ ഒരു മഴ ഇത്രയും നേരം നിന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. നമ്മൾ റോബറി ചെയ്തുകൊണ്ടായിരിക്കും മഴയെല്ലാം പോയത്. ഞാൻ എന്തായാലും കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമുക്ക് എന്തായാലും അടിച്ച് പറപ്പിച്ചൊക്കെ വിടണം. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ടേ ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇനിയിപ്പം അവരിന്ന് വെയിറ്റ് ചെയ്യായിരിക്കും. ആ ഒരു കുറച്ച് ദൂരം പോകാനുണ്ട്. എന്തായാലും പറഞ്ഞ് ലാഗ് അടിപ്പിക്കണ്ട ഗൈസ്. ഓക്കെ, ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം വണ്ടിയാണ് വന്ന് തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ ഹെൽത്ത് കുറഞ്ഞ് മരിച്ചു പോകും, പിന്നെ പാടാണ്. ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, ഞാനാണെങ്കിൽ നമ്മുടെ സ്ഥലത്ത് ഏകദേശമൊക്കെ എത്തിയിട്ടുണ്ട്. ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ആൾക്കാർ നിൽക്കുന്നത്. നമുക്ക് നല്ല അങ്ങോട്ട് പോകാം ഗൈസ്. അവിടെ നമ്മൾ ആൾക്കാർ നിൽപ്പുണ്ട്. ഇവിടെ ആയിട്ടാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഗൈസ് അവിടെ നിൽപ്പുണ്ട് ഗൈസ്. നമുക്ക് നൈസിന് അങ്ങോട്ട് കൊണ്ട് വണ്ടി നിർത്തിയിട്ട് കാര്യം നടത്താം. ഓക്കെ ഗൈസ്, നമുക്ക് വണ്ടി ഇവിടെ വെച്ചിട്ട് കാര്യം നടത്താം. ഒരു ചെറിയ പ്രശ്നം, ഇതിന് ഫുൾ എമൗണ്ട് ഒക്കെ ഉണ്ടല്ലോ കേട്ടോ. അല്ല, ചോദിച്ചെന്നേ ഉള്ളു. ഇതിപ്പോൾ നമ്മൾ എന്തായാലും നൈസിന് കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആയി. നമുക്ക് എത്ര രൂപയാണ് കിട്ടിയത്, എത്ര അത് വായിക്കാനും പറ്റുന്നില്ലല്ലേ. 3,79,500 രൂപയാണ് ഈ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളെന്തായാലും ഒരുവിധം റിച്ചൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനിപ്പോൾ നമ്മളെ വണ്ടി എടുത്തിട്ട് ഇവിടുന്ന് സ്ഥലം കാലിയേക്കാം, അല്ലെങ്കിൽ പോലീസ് അങ്ങനെ വന്ന് സീനാവും. അതായിരിക്കും നല്ലത്. ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ പറയുന്ന കണക്ക് ആരും ഒന്നും ചെയ്യുന്നില്ല ഗൈസ്. എന്താണെന്ന് അറിയാൻ വയ്യ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാം നിങ്ങളൊന്ന് ചെയ്തേക്കണം ഗൈസ്. ഇപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും വരെയൊക്കെ ഞാൻ എത്തിയെന്ന് വെച്ചാൽ 5,000
600 ഇത്ര സബ്സ്ക്രൈബേഴ്സൊക്കെ നിങ്ങൾ കാരണമാണ് കേസ് എനിക്ക് ഉണ്ടാകാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് കേസ്. കേസ് ഇപ്പോൾ എത്രയോ വീഡിയോകൾ ഇട്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേസ്. ഇപ്പോൾ നല്ല കഷ്ടപ്പാടൊക്കെയാണ്, എന്തായാലും കുഴപ്പമില്ല. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ഇതേപോലെ കണ്ടൻ്റൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിൽ ഇടാൻ വേണ്ടി സാധിക്കും കേസ്. ഇപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നേക്കും. എല്ലാവർക്കും അടിപൊളി ഗുഡ് ബൈ.